ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ തെർമോക്കോളിൻ്റെ ബോക്സുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും കൊണ്ട് കിടിലൻ ക്രാഫ്റ്റുമായിട്ടാണ്. ഡിന്നർ സെറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയ ബോക്സുകളാണിത്. ഇതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുപോലത്തെ 2 ബോക്സുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സുകളിൽ ഒരെണ്ണത്തിന് മാത്രം പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലൂ കളർ പെയിന്റാണ് ചെയ്ത് കൊടുക്കുന്നത്. പെയിന്റിൽ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്താണ് ഈ ബോക്സിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലൂ ആയിട്ട് കിട്ടും. ഈ ബോക്സിന്റെ ബാക്ക് സൈഡിൽ പെയിന്റ് ചെയ്ത് കൊടുക്കണ്ട. സൈഡിലും പെയിന്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് അറിയാൻ പറ്റില്ല. ഇതുപോലെ ബോക്സിന്റെ ഉൾഭാഗം മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബോക്സ് ഫുള്ളും പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ആവാതെ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഹാങ് ചെയ്ത് ഇടാനുള്ളത് കൊണ്ടാണ് ബാക്ക് സൈഡിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാത്തത്. ഇനി ഈ ബോക്സിലെ പെയിന്റ് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. ആ ടൈം കൊണ്ട് അടുത്ത ബോക്സ് എടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിലിന്റെ സ്റ്റിക്കർ ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോക്സിനും പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല, ബോട്ടിലിനും പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഒരു ഡിഷ് വാഷിന്റെ ബോട്ടിലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ബോക്സിന്റെ സെന്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി 7upന്റെ ഗ്രീൻ നിറത്തിലുള്ള ചെറിയ ബോട്ടിലുകൾ 2 സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സ് എടുത്ത് അതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ ബോക്സിന്റെ സൈഡ് ഇതുപോലെ കുറച്ച് ഇളക്കി മാറ്റി കൊടുക്കാം. അതിനുശേഷം ഫെവിക്കോൾ വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു കുഞ്ഞു ബോട്ടിൽ എടുത്ത് അതിന് വൈറ്റ് പെയിന്റ് ഇതുപോലെ ഫുള്ളായി പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വൈറ്റ് നിറത്തിലായതുകൊണ്ട് ഈ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് വേറെ ബോട്ടിലാണെങ്കിൽ വേറെ നിറത്തിലുള്ള പെയിന്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞൊരു ഐസ്ക്രീമിന്റെ ബോട്ടിലാണ്. അതിനും വൈറ്റ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലായിട്ട് ആ വൈറ്റ് പെയിന്റ് ചെയ്തെടുത്ത 2 ബോക്സുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ 2 ബോക്സുകളിലും വെച്ച് കൊടുത്തിട്ടുള്ള എല്ലാ ബോട്ടിലുകളിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ചെടികളാണ് വെച്ച് കൊടുക്കുന്നത്. മണി പ്ലാന്റുകൾ വെച്ച് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ 2 ബോക്സിലെ ബോട്ടിലുകളിലും പ്ലാന്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. വേണ്ടാതെ നമ്മൾ കത്തിച്ച് കളയുന്ന ബോക്സുകളല്ലേ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം മതിയല്ലോ. ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങളും ഇതുപോലത്തെ ബോക്സുകൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.